ഇസ്രായേൽ. ഈ യുദ്ധത്തോടു കൂടി ആദ്യമായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം രാജ്യവുമായിട്ട് ഇടയുന്നത്. ഒരു യുദ്ധത്തിന്റെ ഇതിൽ ഒരു സ്റ്റാൻഡിംഗ് ആർമിയുള്ള, ഒരു മിലിറ്ററി കേപ്പബിലിറ്റി ഉള്ള ഒരു മുസ്ലിം രാജ്യവുമായിട്ട് അവരിടയുന്നത് ആദ്യമായിട്ടാണ് അവരുടെ എക്സിസ്റ്റൻസിൽ. ഇസ്രായേലിന്റെ ഒരു വലിയ പ്രത്യേകത അവരുടെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുപിടിക്കുന്ന രീതിയിലുള്ള ഒരു സ്വാഗർ, ബ്രാഗിംഗ് അവരുടെ ഒരു രാഷ്ട്രീയ ശൈലിയാണ്. അവർ ഡിപ്ലോമസിയിൽ അറബ് രാജ്യങ്ങൾക്കെതിരായിട്ട് ഇത് വളരെ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്, അവരെ ടെററൈസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വെപ്പണാണ് ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ. അപ്പോൾ ഇപ്പോൾ നടന്നത് ഈ 5 ദിവസം 6 ദിവസത്തിൽ തന്നെ കണ്ടത് ടെലവീവിൽ വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അവരുടെ ഈ ഫതാഹ് മിസൈൽ ചെന്നതിന് ശേഷം അത് മാത്രമല്ല അയൺ ഡോമിന്റെ ഇഫക്റ്റീവ്നെസ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ്. അവർക്ക് ഇന്റർസെപ്റ്റേഴ്സും ദേ ആർ റണ്ണിംഗ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഓഫ് ഇന്റർസെപ്റ്റേഴ്സ് കൊണ്ടും ഇതിനെ തടയാൻ പറ്റുന്നില്ല. ഈ ഫതാഹ് മിസൈൽസ് വരുന്നത് നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമുണ്ട്. അതായത് ഈ ആട്രിഷണൽ വാർ ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം അവശേഷിക്കുകയില്ല. ഇതാണ് ഒരു നഗ്ന യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ നെതന്യാഹു എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെയുള്ള ഒരേ ഒരു കളിയേ ഉള്ളൂ, ന്യൂക്ലിയർ ബോംബ്. ട്രംപിന് ഇതറിയില്ലേ? അമേരിക്കയല്ലേ അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ സഹായിച്ചത്, അമേരിക്കയും ഫ്രാൻസും സഹായിച്ചത്. അമേരിക്കയ്ക്ക് നല്ലവണ്ണം അറിയാം അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിന്റെ സ്കെയിൽ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഈ ചർച്ചയിൽ ഒന്നും പുറത്തു വരാത്ത ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിലെ കാതലായിട്ടുള്ള കാര്യം. റഷ്യയും ചൈനയും വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഇതിൽ പ്ലേ ചെയ്യുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, ഇത് എവിടെ വരെ ചെല്ലാമെന്നുള്ളത്. ഇസ്രായേൽ തകരുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അവർ അത് യൂസ് ചെയ്യും, അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി. അവർക്ക് പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. ജൂതന്മാരുടെ ഒരു നാട് ഇല്ലാതാകുകയാണ് ലോകത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ ആലോചിച്ച് നോക്കൂ എവിടെ വരെ നമ്മൾ എത്തുമെന്നുള്ളത്. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം ചർച്ച ചെയ്യയില്ല എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇപ്പോഴും ഡിനയൽ മോഡിലാണ്. ഇത്തരം ഒരു കേപ്പബിലിറ്റി ഇസ്രായേലിനുണ്ടെന്ന് ഇസ്രായേൽ ഒരിക്കലും അക്നോളജ് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ അവർ വധിച്ചു കളയും. അപ്പോൾ അത് വരുന്ന സമയത്ത് താങ്കളുടെ ചോദ്യത്തിലോട്ട് കടന്നു നോക്കുക. ഈ ഖമനയെ വഹിക്കുന്ന ചോദ്യം താങ്കൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ വധം നടത്തുന്നത് ഇത് ഇസ്രായേലിന്റെ ഒരു ശൈലിയാണ്. കൊലപാതകത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പെർട്ടീസും ഒരു ഡിപ്ലോമാറ്റിക് ടൂളും ജിയോ പൊളിറ്റിക്കൽ ടൂളുമായിട്ട് റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും അവർ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ തള്ളി പറയുന്നില്ല. ട്രംപിന്റെ അറിവോ ട്രംപിന്റെ അഭിപ്രായമോ ചോദിക്കാതെ നെതന്യാഹു ഇത് ചെയ്യും. അതിനുള്ള വളരെ വലിയ സാധ്യതയുണ്ട്. അതൊരു സൂയിസൈഡൽ മൂവ് ആണെങ്കിൽ തന്നെയും അവരത് ചെയ്യും. അത് ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ കിട്ടിയില്ലെന്നെങ്കിൽ തന്നെയും അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറാകും. ഈ ലോകം മുഴുവനും പ്രചരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവര് 2 കൊമ്പുള്ള മുയലാണെന്നാണ് ഇസ്രായേൽ. ഈ യുദ്ധത്തോടു കൂടി ആദ്യമായിട്ടാണ് അവർ